ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മൾ ജപമാല അല്ലെങ്കിൽ രുദ്രാക്ഷമാല ഉപയോഗിച്ച് എങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടത്, മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ 108+1 രുദ്രാക്ഷമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇതൊന്നെന്ന് പറയുന്ന ഗുരുവാണ്. ഇതാണ് നമ്മൾ തീർച്ചയായിട്ടും രുദ്രാക്ഷമാല വാങ്ങുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നടുവിരൽ മിഡ് ഫിംഗറിലാണ് നമ്മുടെ രുദ്രാക്ഷം ഇങ്ങനെ ഇടേണ്ടത്. കണ്ടോ, മിഡ് ഫിംഗറിൽ നമ്മുടെ ഈ ഇൻഡെക്സ് ഫിംഗർ ഒരിക്കലും നമ്മുടെ ജപമാലയിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ നമ്മുടെ ഈഗോയുടെ ഫിംഗറാണ്. ഒരിക്കലും ഇതിൽ ടച്ച് ചെയ്യാൻ പാടില്ല. നോ ടച്ച്. ഓക്കെ. സോ അതിനുശേഷം ഇങ്ങനെ പിടിച്ചിട്ട് നടുവിരലിൽ പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഗുരു എപ്പോഴും നമ്മുടെ മിഡ് ഫിംഗറിൻ്റെ താഴെയായിരിക്കണം വരേണ്ടത്. ഇതേപോലെ കണ്ടോ, ഇതേപോലെ താഴെയായിരിക്കണം വരേണ്ട ഗുരു. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഗുരുവിൻ്റെ തൊട്ട് മേലെ കാണുന്ന രുദ്രാക്ഷത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജപിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുക. മിഡ് ഫിംഗർ എപ്പോഴും സ്ട്രെയിറ്റ് മിഡ് ഫിംഗറിലാണ് കിടക്കേണ്ടത്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കണ്ണടയ്ക്കുക. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഓം, ശ്വാസം വിടുമ്പോൾ നമഃശിവായ. ആ സെയിം ടൈമിൽ തന്നെ നമ്മൾ ഓരോ രുദ്രാക്ഷവും നമ്മളിങ്ങനെ ജപിക്കുക. അങ്ങനെ 108 മുത്തമണികളും നമ്മൾ ജപിച്ച് നമ്മൾ കറങ്ങി നമ്മൾ കറക്റ്റ് ഗുരുവിലേക്ക് വരുമല്ലോ. അതിനുശേഷം നമ്മൾ ഗുരുവിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഗുരു എന്ന് പറയുന്നത് സൂപ്പർ വിസ്ഡമാണ്. നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. ഗുരുവിൽ ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. 108 കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ജപമാല കയ്യിലെടുത്ത് നമ്മൾ നമസ്കരിക്കുക. നമസ്കരിച്ച് അല്പസമയം നിന്നതിന് ശേഷം കണ്ണ് തുറക്കുക. എന്നിട്ട് പ്രപഞ്ചത്തിനും ഗോഡിനും നന്ദി പറയുക. അത്രയേ ഉള്ളൂ. അപ്പോൾ 108 ശേഷവും നിങ്ങൾക്ക് ജപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 108 മുത്തുമണികൾ നിങ്ങളിവിടെ എണ്ണിക്കഴിഞ്ഞല്ലോ. അതിനുശേഷം ഒരിക്കലും നമ്മൾ ഈ ഗുരുവിലേക്ക് നമ്മൾ ഇങ്ങനെ വരാൻ പാടില്ല. ഗുരുവിനെ ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങനെ തിരിച്ച് കണ്ടോ, വീണ്ടും ഗുരു താഴേക്ക് തന്നെ വരിക. ഗുരുവിനെ ടച്ച് ചെയ്യാണ്ട് ഗുരുവിന് മേലെയുള്ള രുദ്രാക്ഷത്തിൽ വീണ്ടും നമ്മൾ അതേ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുക. അതിന് പരിവർത്തനം എന്നാണ് പറയുക. അങ്ങനെയാണ് നമ്മൾ വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ബോഡിയുടെ നേർക്കാണ് നമ്മൾ രുദ്രാക്ഷം ഇങ്ങനെ മൂവ് ചെയ്യേണ്ടത്. തിരിച്ച് മൂവ് ചെയ്യരുത്. കണ്ടോ, തിരിച്ച് മൂവ് ചെയ്യരുത്. നമ്മുടെ ബോഡിയുടെ നേർക്കാണ്. കാരണം രുദ്രാക്ഷത്തിൽ നിന്ന് യൂണിവേഴ്സിൽ നിന്ന് രുദ്രാക്ഷത്തിലേക്ക് വരുന്ന എനർജി നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ നേർക്കാണ് നമ്മൾ രുദ്രാക്ഷം മൂവ് ചെയ്യേണ്ടത്. ഓക്കെ. തിരിച്ചാകുമ്പോൾ എനർജി അങ്ങോട്ട് പോകും. ഓക്കെ, അതുകൂടി കീപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന. നെക്സ്റ്റ് ഡേയിൽ നമ്മൾ കൂടുതൽ എങ്ങനെയാണ് എനർജൈസ് ചെയ്യേണ്ടത്, രുദ്രാക്ഷം എങ്ങനെയാണ് എനർജൈസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമസ്തേ, താങ്ക് യു.